കഴിഞ്ഞ ദിവസം നമുക്ക് വന്ന ഒരു മെസ്സേജായിരുന്നു കേട്ടോ. റംബൂട്ടാനാണോ മാങ്കോസിനാണോ കൃഷി ചെയ്യാനായിട്ട് നല്ലത് എന്നുള്ളത്. റംബൂട്ടാനും മാങ്കോസിനും രണ്ട് രീതിയിലുള്ള ചെടികളാണ്. അവർ വളരാൻ ആഗ്രഹിക്കുന്ന വിധം രണ്ട് രീതിയിലുള്ളതാണ്. ഒന്നെന്താണെന്ന് വെച്ചാൽ മാങ്കോസിനെ സംബന്ധിച്ച് ഷെയ്ഡിൽ വളരാൻ ആഗ്രഹിക്കുന്ന ചെടിയാണ്. ഓവർ വെയിൽ വന്നാൽ അതിന് ഓക്കെ അല്ല. എന്നാൽ റംബുട്ടാനെ സംബന്ധിച്ച് നേരെ തിരിച്ചാണ്. ഷെയ്ഡുണ്ടായ റംബുട്ടാനും ഓക്കെ അല്ല, 100% വെയിലും വേണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലാഭകരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാൻ പറ്റില്ല. കാലാവസ്ഥ അങ്ങനെ ഒത്തിരി ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കണേ ഈ ലാഭവും നഷ്ടമൊക്കെ. അപ്പോൾ ഇതിനകത്ത് കൃഷി ചെയ്യേണ്ട നമ്മളുടെ ഭൂമി എങ്ങനത്തെയാണെന്നുള്ളതാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ നമുക്ക് അതുപോലെ തന്നെ ജലത്തിൻ്റെ ലഭ്യത, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും നമ്മുടെ കൃഷികൾ വിജയിക്കലും വിജയിക്കാതിരിക്കലും. അപ്പോൾ റംബുട്ടാനാണെങ്കിൽ നമ്മൾ ഒഴിഞ്ഞു കിടക്കണ ഒരു ചെടികളും മറ്റ് മരങ്ങളും ഇല്ലാത്ത പറമ്പാണ് ഏറ്റവും ഉത്തമം. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ റംബുട്ടാൻ വെച്ച് നന്നായിട്ട് പരിചരണം കാര്യങ്ങളും കൊടുത്താൽ ഇപ്പോൾ ഒരു 1.5 വർഷമായ തയ്യൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് 1 വർഷം 2 വർഷം ആവണേക്ക് മുമ്പ് നമുക്കതിന് പൂപ്പിക്കാൻ പറ്റും, നന്നായിട്ട് പരിചരണം കൊടുത്താൽ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വരുമാനവും കാര്യങ്ങളും കിട്ടും. മാങ്കോസിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വെറുതെ കിടക്കണ പറമ്പല്ല, ജാതി തെങ്ങ് ഒക്കെ നിൽക്കണ പറമ്പാണെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ അതൊരു ഇടവിളയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാവുന്ന സാധനം. അവിടെയും നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ ജലത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാങ്കോസ്റ്റിനെ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലാഭവും നഷ്ടത്തിൻ്റെയും കണക്ക് എന്താണെന്ന് വെച്ചാൽ വെറുതെ തരിച്ച് കിടക്കണ ഭൂമിയിലാണ് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് റംബൂട്ടാൻ വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മളുടെ വീട്ടാവശ്യത്തിനും കാര്യത്തിനും ആണെങ്കിൽ നമ്മൾക്ക് ചെടികൾ നിൽക്കണതിൻ്റെ ഇടയ്ക്കൊക്കെ വെച്ച് കൊടുക്കുന്ന നല്ല ഗ്യാപ്പിൽ വെയിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കുന്നത് നമ്മളുടെ വീട്ടാവശ്യത്തിന് കിട്ടും. ഞാൻ ഉദ്ദേശിച്ചത് വീട്ടാവശ്യത്തിൻ്റെ കാര്യമല്ല, നമുക്ക് വിറ്റ് ഫ്രൂട്ട്സ് വിറ്റ് നല്ല വരുമാനം ഉണ്ടാക്കിയെടുക്കാനുള്ള സംഭവമാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ റബ്ബർ വെട്ടി മാറ്റിയ സ്ഥലം, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മറ്റ് ചെടികളോ വല്ല മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കട്ട് ചെയ്ത് കളഞ്ഞ് നല്ല 100% വെയിൽ കിട്ടാൻ ഉറപ്പായ സ്ഥലത്ത് റംബൂട്ടാൻ കൃഷി ചെയ്യും. അല്ലാത്ത സ്ഥലത്ത് ഇതുപോലെ ജാതി തെങ്ങ് ഇങ്ങനെയൊക്കെ നിൽക്കണതിൻ്റെ തെങ്ങുകളൊക്കെ കേടായി കംപ്ലൈൻ്റൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാങ്കോസ്റ്റിന് വെച്ച് കൊടുക്കും. അപ്പോൾ മാങ്കോസ്റ്റിന് ലാഭം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടവിളയായിട്ട് കൃഷി ചെയ്യാം. റംബൂട്ടാനെ സംബന്ധിച്ച് ഇടവിളയായിട്ട് കൃഷി ചെയ്യലും അത്ര പോസിബിളല്ല. റംബൂട്ടാനേക്കാളും ഉയർന്ന വില എപ്പോഴും മാങ്കോസിന് ലഭിക്കാറുണ്ട്. 100-ലധികം വർഷം ആയുസ്സുള്ള മരമായതുകൊണ്ട് തന്നെ തലമുറകളോളം ആദായം കിട്ടും. ഇതിൻ്റെ പോരായ്മയായിട്ട് പറയാനാണെങ്കിൽ ഇതൊരു 6 വർഷം മുതൽ 9 വർഷം വരെ സമയമെടുക്കും കായ്ക്കാനായിട്ട്. അത് പരിചരണം അനുസരിച്ചാണ് അങ്ങനെ. പിന്നെ റംബൂട്ടാൻ വേഗത്തിൽ ആദായം തരുന്ന ഒരു വിളയാണ്. മാങ്കോസിനേക്കാൾ കൂടുതൽ കായ്ഫലം ഒരു മരത്തിൽ നിന്ന് ലഭിക്കും. 3-ാം വർഷം മുതൽ നമുക്ക് കാര്യമായിട്ടുള്ള വിളവ് ലഭിച്ചു തുടങ്ങും. പക്ഷികളിൽ നിന്നും വവ്വാലിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് വല ഇടേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊരു അധിക ചിലവായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓണെന്നുകൂടി സെലക്ട് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങളുടെ വീട്ടിലെ ഇതിലേത് പ്ലാന്റ് ആണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക.